രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത നടപടിക്ക് മടിച്ച് KPCC. നടപടി വൈകാൻ കാരണമെന്തെന്ന ചോദ്യത്തിനും നേതൃത്വത്തിന് കൃത്യമായ മറുപടിയില്ല. ഉചിതമായ സമയത്ത് തീരുമാനമെന്ന് പറഞ്ഞൊഴിയുകയാണ് KPCC പ്രസിഡന്റ്. നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങില്ലെന്ന് PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. പാർട്ടി നേതാക്കന്മാർ ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി മറ്റു പാർട്ടികളെ പോലെയല്ല. ഇവിടുത്തെ നേതാക്കന്മാർ ആലോചിച്ച് തീരുമാനമെടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ തുടർ നടപടികളെക്കുറിച്ച് ഇന്നലെ KC വേണുഗോപാലിന്റെ പ്രതികരണം ഇങ്ങനെ: നേരം വെളുത്തോടെ പക്ഷേ നേതാക്കളുടെ നിലപാട് മാറി. തുടർ നടപടികൾക്ക് ദേശീയ നേതൃത്വവുമായി ആലോചിക്കണമെന്നായിരുന്നു KPCC പ്രസിഡന്റിന്റെ ഇന്നത്തെ പ്രതികരണം. KPCC പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് എല്ലാ നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചും കൂടുതലായി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെങ്കിൽ ഹൈക്കമാൻഡ് അനുമതിയോടും കൂടി മാത്രമേ എനിക്ക് നടപടി സ്വീകരിക്കാൻ കഴിയുള്ളൂ. രാഹുലിനെ പുറത്താക്കണമെന്ന് ഇന്നലെ തന്നെ കോൺഗ്രസ് ദേശീയ നേതൃത്വം KPCCക്ക് നിർദ്ദേശം നൽകിയിരുന്നതായാണ് വിവരം. കേരള നേതാക്കൾക്കിടയിൽ ഇക്കാര്യത്തിൽ ധാരണയാവുകയും ചെയ്തിരുന്നു. എന്നാൽ അവസാന നിമിഷം ചില നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത നിലപാടാണ് പുറത്താക്കൽ നടപടി വൈകിപ്പിക്കാൻ കാരണമെന്നാണ് സൂചന. മുൻകൂർ ജാമ്യഹർജിയിൽ തീരുമാനമാകും വരെ കടുത്ത നടപടികളിലേക്ക് പോകരുതെന്നായിരുന്നു ഇവരുടെ ആവശ്യം. ജാമ്യഹർജി തള്ളിയാൽ സ്വാഭാവികമായും രാഹുലിനെതിരെ നടപടിയെടുക്കാൻ നേതൃത്വം നിർബന്ധിതരാകും. നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങില്ലെന്ന വൈസ് പ്രസിഡന്റ് PC വിഷ്ണുനാഥിന്റെ പ്രതികരണവും ഇതിന്റെ സൂചനയാണ്. ആദ്യം എടുത്ത തീരുമാനവും കൂട്ടായ ആലോചനയിൽ നിന്നുണ്ടായ തീരുമാനമാണ്. ഇത്തവണയും ഈ പുതിയ സാഹചര്യത്തിലും പാർട്ടി ഗൗരവമായിട്ട് അതിനെ കാണുന്നുണ്ട്. ഗൗരവമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകും. KPCC പ്രസിഡന്റിന്റെ നിലപാട് മാറ്റത്തിനെതിരെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ വിഷയം പ്രധാന ചർച്ചയായി നിൽക്കുന്നതിൽ UDF ഘടകകക്ഷികൾക്കും നീരസമുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.